ഡി ശ്രീ, കണ്ണു തുറക്ക്. അമ്മ ശ്രീയുടെ മുഖത്തേക്ക് വെള്ളം തെളിച്ചു. ശ്രീ പതിയെ കണ്ണുകൾ തുറന്നു എഴുന്നേറ്റിരുന്ന് ചുറ്റും നോക്കി. നോക്കണ്ട, ലൈബ്രറിയിലാണ്. നീ തലകറങ്ങി വീണു, അതാ ഞാൻ. പെട്ടെന്ന് ശ്രീക്ക് കുറച്ചു മുന്നേ കണ്ട കാഴ്ച ഓർമ്മയിൽ തെളിഞ്ഞു വന്നു. അവർ ജനൽ തുറന്നു നോക്കിയപ്പോൾ അവിടെ ഡാനി ഒരു പെൺകുട്ടിയെ കെട്ടിപ്പുണർന്ന് നിൽക്കുന്നുണ്ടായിരുന്നു. എന്നെ കൈവിടല്ലേ ഈ ചായ, എനിക്ക് വേറെ ആരുമില്ല. നീ വിഷമിക്കല്ലേ ആനി, നിനക്ക് ഞാനില്ലേ. അത് പറഞ്ഞ് ഡാനി അവളെ ഒന്നുകൂടെ ചേർത്ത് പിടിച്ചു, അവൾ ഡാനിയെയും. ശ്രീ ഡി. ശ്രീ പെട്ടെന്ന് ബോധത്തിലേക്ക് തിരിച്ചു വന്നു. അവളുടെ കണ്ണുകൾ നിറഞ്ഞൊഴുകി. എന്താ ശ്രീ, എന്തു പറ്റി? വയ്യേ? ഹോസ്പിറ്റൽ പോകണോ? വേണ്ട, നമുക്ക് വീട്ടിൽ പോകാം. ശ്രീ, നിനക്ക് എന്തേലും? ഒന്നുമില്ല, വല്ലാണ്ട് തലവേദനിക്കുന്നു, നമുക്ക് വീട്ടിൽ പോകാം. അവർ ലൈബ്രറിയിൽ നിന്ന് പുറത്തേക്ക് ഇറങ്ങി. അവൾ ലാബിലെ ജനലിൻ്റെ അടുത്തേക്ക് എത്തിയപ്പോൾ വെറുതെ ഉള്ളിലേക്ക് നോക്കി. അവിടെ ആരും തന്നെ ഉണ്ടായിരുന്നില്ല. പെട്ടെന്നാണ് അവൾക്ക് ബുക്കിൻ്റെ കാര്യം ഓർമ്മ വന്നത്. അമ്മു, ഞാൻ ബുക്ക് എടുത്തിരുന്നു, അത് തിരിച്ചു വെച്ചിട്ട് വരാം. ഞാൻ കൂടെ വരാം, നീ തനിച്ചു പോകണ്ട. ഏയ് കുഴപ്പമില്ലടി, നീ ബസ് സ്റ്റോപ്പിലേക്ക് നടക്ക്. ഇന്ന് ലാസ്റ്റ് ഡേ അല്ലേ നമുക്കിന്ന് ഓട്ടോയിൽ പോകാം. നീ ബുക്ക് വെച്ച് വാ, ഞാൻ ഓട്ടോ വിളിച്ചു വരാം. അവൾ ലൈബ്രറിയിലെത്തി കണ്ണുകൾ നിർത്താതെ ഒഴുകിക്കൊണ്ടിരുന്നു. അവൾ അവൻ എഴുതി വെച്ച ബുക്ക് എടുത്തു. നിന്റെ അച്ഛൻ്റെ സമ്മതപ്രകാരം അമ്മയുടെ അനുഗ്രഹത്തോടെ എൻ്റെ ശ്രീകുട്ടിയെ ഞാൻ ഇച്ഛയുടെ സ്വന്തം ശ്രീകുട്ടിയാക്കും. അത് വായിച്ചപ്പോൾ അവളുടെ കണ്ണുകൾ ഒന്നുകൂടെ നിറഞ്ഞു തുടങ്ങി. എന്തിനാണ് ഈ പൊട്ടിപ്പെണ്ണിനെ ഇങ്ങനെ പറ്റിച്ചത്? നിങ്ങളൊക്കെ വലിയ ആളുകളാണ്, എല്ലാം ഒരു നേരം പോക്ക് മാത്രമായിരിക്കുമെന്ന് അമ്മ പറഞ്ഞിട്ട് പോലും അവൾ പോലും അറിയാതെ ഞാൻ എൻ്റെ ഇഷ്ടത്തെ ഒളിച്ചു വെച്ചു. എന്നിട്ടും ഇല്ല, ഞാനെന്തിനു കരയണം? എൻ്റെ മനസ്സിൽ ഇനി നിങ്ങളുടെ മുഖമില്ല. നിങ്ങൾക്കെല്ലാം ഒരു തമാശയാണെങ്കിൽ എനിക്കും അങ്ങനെയാണ്. അവൾ നിറഞ്ഞു വന്ന കണ്ണു വാശിയോടെ തുടച്ചു. എന്നിട്ട് ബുക്കെടുത്ത് അതിലൊരു 2 വരി എഴുതി ബുക്കെടുത്ത സ്ഥലത്ത് തന്നെ തിരിച്ചു വെച്ചവൾ പുറത്തേക്ക് നടന്നു. ഇത്രയും പറഞ്ഞവൾ നിറഞ്ഞ കണ്ണുകൾ തുടച്ചു. ഓഹോ, അപ്പോൾ അങ്ങനെയൊക്കെയാണ്. നിനക്ക് വിഷമമുണ്ടോ അമ്മു? ഞാൻ നിന്നോടൊന്നും പറയാത്തതിൽ. ഒന്നും മനഃപൂർവ്വമല്ല, എല്ലാം നിന്നോട് പറയാൻ വന്നതായിരുന്നു. പക്ഷേ സാരമില്ല. പക്ഷെ ഇപ്പോഴും എനിക്കറിയാത്തൊരു കാര്യമുണ്ട്. നീ എന്തിനാ അവനുമായി കല്യാണത്തിന് സമ്മതിച്ചത്? അത് ഞാനും ആലോചിച്ചിരുന്നു ഒരു കാര്യമാണ്. പക്ഷെ എനിക്ക് നോ പറയാൻ പറ്റില്ല. എന്തുകൊണ്ട്? അമ്മയുടെയും അച്ഛൻ്റെയും സന്തോഷം നീ കാണുന്നില്ലേ? വേറെ ജാതിയായിട്ട് പോലും അവർ ഇതിന് സമ്മതം മൂളിയത് അവരുടെ മകൾ അവിടെ രാജകുമാരിയെ പോലെ ആയിരിക്കുമെന്ന് ഉറപ്പുള്ളത് കൊണ്ടല്ലേ? പിന്നെ അച്ഛൻ്റെ ചികിത്സ, അത് മുഴുവൻ അവരുടെ ഹോസ്പിറ്റലിലാണ്. അവരാണ് അതിൻ്റെ ചിലവ് മുഴുവൻ നോക്കുന്നത്. ഇപ്പം അച്ഛൻ ചെറുതായിരിക്കാൻ തുടങ്ങിയിട്ടുണ്ട്. അതുകൊണ്ട് അവരുടെ സന്തോഷം മാത്രം നോക്കിയാൽ മതിയോ? നിന്റെ ജീവിതമല്ലേ, അതിന് നീ ഒരു വിലയും കൽപ്പിക്കുന്നില്ലേ? എന്തിന്? എനിക്ക് അവരാണെല്ലാം. അവർക്ക് വേണ്ടിയാണ് ഞാൻ ജീവിക്കുന്നത് പോലും. എല്ലാം നിന്റെ ഇഷ്ടം. എന്തുണ്ടായാലും നിനക്ക് എന്നോട് പറയാം, ഞാനുണ്ടാകും കൂടെ. അത് മതിയടി എനിക്ക്. മോളെ ശ്രീ, അവർ വന്നു. കാറിൽ നിന്ന് ജോണും റോയും സോഫിയും ഇറങ്ങി. പിന്നാലെ റിൻസിയും ഇറങ്ങി. അതിന് പിറകെ വന്ന് വേറെ കാറിൽ നിന്ന് അവരുടെ ഡ്രൈവർ ഇറങ്ങി. ആ കാറിൽ നിന്ന് അവർക്കുള്ള സാധനങ്ങളായിരുന്നു ചോക്ലേറ്റും പലഹാരങ്ങളും ഡ്രൈ ഫ്രൂട്ട്സും പിന്നെ ഡ്രസ്സുകൾ. വരണം, അകത്തേക്കിരിക്കാം. സീത അവരെ അകത്തേക്ക് ഇരുത്തി. അവർ സാധനങ്ങളെല്ലാം അകത്തേക്ക് വെച്ചു. എല്ലാവരും ഹാളിലിരുന്നു. ശേഖരൻ വീൽ ചെയർ തള്ളി അങ്ങോട്ടേക്ക് വന്നു. എന്തിനാ ഇതൊക്കെ? ഒന്നും വേണ്ടായിരുന്നു. അങ്ങനെ പറഞ്ഞ് എങ്ങനെ ശരിയാകും? ഞങ്ങളെ മോളെ ഞങ്ങൾ വെറുതെ അങ്ങനെ കാണാൻ വരാൻ പറ്റുമോ? അതേ നീ. സമയം വൈകിക്കേണ്ട, മോളെ വിളിക്കാം. സോഫി, നീ പോയി മോളെ വിളിച്ചോണ്ട് വാ. ഓക്കെ. സോഫി അകത്തേക്ക് ചെന്നു. അമ്മുവും ശ്രീയും ബെഡിലിരിക്കുമായിരുന്നു. ഹായ്, എന്നെ മനസ്സിലായോ? ഞാൻ സോഫി. ഞാൻ അമ്മു. ഞാൻ വേണ്ട, പറയണ്ട, അറിയാം. ഞാൻ ചേട്ടായിയുടെ ലാപ്പിൽ ഫോട്ടോ കണ്ടിട്ടുണ്ട്. എന്നാലും ചേട്ടായിയെ കുറ്റം പറയാൻ പറ്റില്ല. നല്ല ഭംഗിയുണ്ട് എൻ്റെ ചേച്ചിയെ കാണാൻ. എനിക്ക് ഒത്തിരി ഇഷ്ടമായി. അവൾക്ക് സോഫിയെ വളരെ ഇഷ്ടമായി. കാരണം വലിയ വീട്ടിലെ കുട്ടി എന്നുള്ളൊരു അഹങ്കാരവും അവൾക്കുണ്ടായിരുന്നില്ല. മോളെ, നിങ്ങളെന്താ വരാത്തേ? ഞങ്ങൾ അങ്ങോട്ട് വരണോ ഇനി? വേണ്ട എൻ്റെ പൊന്നമ്മച്ചി, ഞങ്ങൾ അങ്ങോട്ട് വരുവാ. പെട്ടെന്ന് വാ, അല്ലെങ്കിൽ അവരിങ്ങോട്ട് വരും. സോഫി ശ്രീയുടെ കൈ പിടിച്ച് മുന്നിൽ നടന്നു. പിന്നാലെ അമ്മുവും. ശ്രീയെ കണ്ടപ്പോഴേ തന്നെ അവർക്കെല്ലാവർക്കും വളരെ ഇഷ്ടപ്പെട്ടു. മോളെ ഞങ്ങൾക്ക് തന്നെ ഇഷ്ടപ്പെട്ടു. പിന്നെ ഇതൊരു ചടങ്ങല്ലേ, അത് തെറ്റിക്കേണ്ടല്ലോ. പിന്നെ നിന്റെ ചെക്കനെ ഞങ്ങളൊന്നും അറിയിച്ചിട്ടില്ല. അവൻ വീട്ടിലിരിക്കുന്നുണ്ട്. അവനൊരു സർപ്രൈസ് കൊടുക്കാൻ വേണ്ടി കൂടിയാണ് അവനെ കൂട്ടാത്തത്. അതും പറഞ്ഞ് റിൻസി അവളുടെ തലയിൽ തലോടി.
അപ്പോൾ ഇച്ചൻ ഡൽഹിയിൽ പോയില്ലേ? എന്നോട് പോകാണെന്നാണല്ലോ പറഞ്ഞേ. ഇനി വെറുതെ പറഞ്ഞതായിരിക്കുമോ? ശ്രീ മനസ്സിലോർത്തു. എന്നാൽ ഇനി ഞങ്ങൾ ഇറങ്ങട്ടെ. പറ്റിയൊരു ദിവസം നമുക്ക് നിശ്ചയം വെക്കാം. എന്താ ശേഖര നിന്റെ അഭിപ്രായം? എനിക്ക് സന്തോഷം മാത്രമേ ഉള്ളൂ. എന്നാൽ ഇനി നമുക്ക് വെച്ച് താമസിപ്പിക്കേണ്ട. ഡാനി ഡൽഹിയിൽ പോയിരിക്കുമല്ലേ, അവൻ വരട്ടെ. അവൻ്റെയും ഇതിൻ്റെ കൂടെ നടത്താനാണ് ഞങ്ങൾ വിചാരിച്ചിരിക്കുന്നത്. അവന് പെണ്ണെവിടെ നിന്നാ? ഇച്ചായൻ്റെ പെങ്ങൾ ആൻസി, UK-യിലുള്ള. അവരുടെ ഒരേ ഒരു മോള് ജെനീഫർ. ഓ അങ്ങനെ. അവൻ നേരത്തെ ഇഷ്ടത്തിലായിരുന്നു. അവനൊന്നും പറഞ്ഞില്ല. ജെനീഫർ ഇന്നലെ വിളിച്ചപ്പോൾ പറഞ്ഞു. അവനോടൊന്നും പറഞ്ഞിട്ടില്ല. പറയേണ്ടെന്ന് അവളാണ് പറഞ്ഞത്. അവനും ഒന്ന് ഞെട്ടട്ടെന്നേ. എല്ലാവരും ചിരിച്ചു. അവരെ യാത്രയാക്കാൻ അവർ മുറ്റത്തേക്ക് പോയി. ശ്രീ അകത്തേക്ക് ഓടി ബെഡിൽ തലയിണയിൽ മുഖമർത്തി കരഞ്ഞു. എന്നോടൊരിഷ്ടവുമില്ല ഈച്ച. എന്നെ വേണ്ടേ? ഈച്ചനല്ലാതെ വേറെ ആരെയും എനിക്ക് ആരെയും ആ സ്ഥാനത്ത് സങ്കല്പിക്കാൻ പോലും കഴിയില്ല. ശ്രീയുടെ നെഞ്ചിൽ പൊട്ടിക്കീറുന്ന പോലെ വേദന തോന്നി. അവളുടെ മനസ്സിൽ റിൻസി പറഞ്ഞ കാര്യങ്ങൾ ഓടി വന്നു. അവർ തമ്മിൽ ഇഷ്ടത്തിലായിരുന്നു. അവൾ ഒന്നുകൂടെ ആർത്ത് കരഞ്ഞു. മുഖം തലയിണയിലേക്ക് അമർത്തി വെച്ചു. അങ്ങ് ദൂരെ അവൻ അവളെ മനസ്സിലോർത്തിരിക്കുകയായിരുന്നു. ഇവിടെ നടക്കുന്നൊരു കാര്യവും അവൻ അറിഞ്ഞിട്ടില്ല. അവൻ അവൾ തീർത്തൊരു മായിക ലോകത്തായിരുന്നു എല്ലാ സമയവും. അവർ വീട്ടിലേക്ക് തിരിച്ചു വന്നു. ചേട്ടായി, സോഫി കൂകി വിളിച്ചു. ഒന്ന് പതിയെ വിളിയടി, എൻ്റെ ചെവി അടിച്ചു പോയി. റിൻസി അത് പറഞ്ഞ് സോഫയിലിരുന്നു. അലക്സ് ഇറങ്ങി വന്നു. ചേട്ടായിക്കൊരു സർപ്രൈസ് ഉണ്ട്. എന്ത്? ഉള്ളിലുള്ള ടെൻഷൻ അവൻ പുറത്തേക്ക് കാണിക്കാതെ കൂളായി നിന്നു. ഞങ്ങൾ ചേട്ടായിയുടെ കല്യാണം ഉറപ്പിച്ചു. ആരാന്ന് പറയാമോ? ഇല്ല, നീ പറ. ഡി, നീ അവനെ വട്ടാക്കല്ലേ മോനെ, ഞങ്ങൾ പറയാം. ജോൺ പറഞ്ഞു തുടങ്ങി. ശ്രീമോളെ കണ്ടപ്പോൾ തന്നെ സോഫി പറഞ്ഞിരുന്നു നിന്റെ മനസ്സിലുള്ള പെൺകുട്ടി അതാണെന്ന്. ആദ്യം ഞങ്ങൾ വിശ്വസിച്ചില്ല. പിന്നെ ഇവൾ നിന്റെ ഡയറി കാണിച്ചു തന്നു. അപ്പോൾ വിശ്വാസം വന്നു. പക്ഷേ അച്ചാച്ച, അങ്ങനെയല്ല. മനസ്സിലായി. അവളോട് നീ നിന്റെ ഇഷ്ടം പറഞ്ഞിട്ടില്ല എന്നല്ലേ? ആ അതന്നെ. ഇടക്കിഴങ്ങ, അവൾക്ക് നിന്നെ ഇഷ്ടമാണടാ എന്ന് അവൾ പറഞ്ഞു. അവൾ ഇച്ഛായനാണ് വരനെന്ന് കരുതി കാണും, അലക്സി മനസ്സിൽ വിചാരിച്ചു. ആ പറഞ്ഞു. ഇല്ലെങ്കിൽ നീ നിന്റെ അമ്മയോട് ചോദിച്ചു നോക്ക്. ആണോ അമ്മേ? ആടാ. പക്ഷേ ഇച്ഛായനോട് പറഞ്ഞു. ആ അവ മുഴുവൻ പറയുന്നതിന് മുന്നേ സോഫി റിൻസിയുടെ വാഗൊത്തി. ഇനി ചേട്ടായി പോയേ, ബാക്കി മനസ്സമ്മതത്തിൽ നോക്കിയാൽ മതി. പോയേ. അവനെ അവൾ ഉന്തി തള്ളിവിട്ടു. അവൻ പോയെന്ന് ഉറപ്പായപ്പോൾ ഈ മമ്മിയെല്ലാം കുളാക്കും. ഇച്ചായൻ്റെ കാര്യം ചേട്ടായിയോട് പറഞ്ഞ സർപ്രൈസ് പൊളിയില്ലേ? അച്ചോടി, ഞാനത് ഓർത്തില്ല. സോറി. നിന്റെ കോരി. അവൻ നാട്ടിലേക്ക് തന്നെ വരില്ലേ? കെട്ടിൻ്റെ കാര്യം അറിഞ്ഞാൽ മതി. ശരി ശരി, ഞാനൊന്നും മിണ്ടുന്നില്ല. എന്നാൽ നമുക്ക് അടുത്ത സൺഡേ മനസ്സമ്മതം വെക്കാം. പിന്നെ കെട്ട് അതിനടുത്ത് ഒരു ദിവസം വെക്കാം. അവരുടെ ആചാരങ്ങൾ നോക്കണമല്ലോ. കെട്ട് അമ്പലത്തിൽ വെച്ച് നടത്താം. എന്താ റോയ് നിന്റെ അഭിപ്രായം? എൻ്റെ മനസ്സിലും അങ്ങനെ തന്നെ. എൽസിയും ജെനീഫറും ഫിലിപ്പും മറ്റന്നാളെത്തും. ഡാനി മനസ്സമ്മതത്തിന് തലേ ദിവസം വരുള്ളൂ. എന്നാ പച്ച നമുക്ക് ശേഖരനെ വിളിക്കാം. ദിവസങ്ങൾ ഓരോന്ന് തീരുമ്പോഴും അലക്സിയുടെ ഉറക്കം നഷ്ടപ്പെടാൻ തുടങ്ങി. കാരണം ഡാനി ഇതുവരെ ഫോൺ വിളിച്ചിട്ടെടുത്തിട്ടില്ല. മനസ്സമ്മതത്തിന് കാണാമെന്നൊരു മെസ്സേജ് മാത്രം അയച്ചിട്ടുള്ളൂ. എല്ലാം ഓർത്തിരുന്ന് അവൻ്റെ തലയ്ക്ക് ഭ്രാന്ത് പിടിക്കാൻ തുടങ്ങി. അങ്ങനെ നിൽക്കുമ്പോഴാണ് ഉമ്രത്ത് ആരോ വന്നത്. അവൻ റൂമിൻ്റെ ബാൽക്കണിയിൽ പോയി. വന്നവർ BMW-ലൊക്കെയാണ് വന്നിരിക്കുന്നത്. ഇതിപ്പോൾ ആരാ? കാറിൻ്റെ ഡോറ് തുറന്നൊരു സ്ത്രീയും പുരുഷനും ഇറങ്ങി. ആ ഫിലിപ്പങ്കിൾ. അവൻ താഴോട്ട് ഇറങ്ങാൻ നിൽക്കുമ്പോഴാണ് കാറിൻ്റെ ബാക്ക് ഡോറ് തുറന്ന് ഒരു ഷോർട്ട്സും ടീഷർട്ടും ഇട്ടൊരു പുട്ടി ഭരണി ഇറങ്ങി വന്നത്. കാണാനൊരു ആനച്ചന്തമൊക്കെ ഉണ്ട്. ഇതിപ്പോൾ ഈശോയെ, ഇത് അവളല്ലേ, ജെനീഫർ? മഴ നിർത്താതെ പെയ്യുകയാണ്. അതുപോലെയാണ് തൻ്റെ മനസ്സ്. എല്ലാവരോടും എന്തു പറയും? അനിയനെയല്ല ചേട്ടനെയാണ് എനിക്കിഷ്ടമെന്നോ? അലക്സിക്ക് തന്നോട് അങ്ങനെ ഒരു ഇഷ്ടം ഉണ്ടായിരുന്നു. ഇതുവരെ അവൻ്റെ സ്വഭാവത്തിൽ നിന്നും അങ്ങനെയൊന്നും ഫീലിങ്സ് തനിക്ക് തോന്നിയിട്ടില്ല. എല്ലാം അമ്മയോട് പറഞ്ഞാലോ? എന്താ ഞാൻ പറയുക? അമ്മയുടെയും അച്ഛൻ്റെയും സന്തോഷം കാണുമ്പോൾ ഞാനെന്ത് പറയാനാണ്? അല്ല, പറയാനായിട്ടൊന്നും തന്നെ ഇല്ലല്ലോ. ഈച്ചനെന്നെ വേണ്ടല്ലോ. സാരമില്ല, എല്ലാം കാണുന്ന ഒരാളുണ്ടല്ലോ. ദൈവം എന്തെങ്കിലും ഒരു വഴി കാണിച്ചു തരും. അങ്ങനെ ശ്രീ ഓരോന്ന് ആലോചിച്ച് പുറത്തേക്ക് നോക്കി നിൽപ്പാണ്. മോളെ ശ്രീ. ആമ്മേ. നീ ഇവിടെ നിൽക്കുകയാണോ? ഞാൻ എവിടെയെല്ലാം നോക്കി. എന്താ അമ്മേ? സുബ്രു പോവാൻ നിൽക്കുകയാണ് കല്യാണത്തിന്. അവനെ എല്ലാവരെയും കൊണ്ട് വരാമെന്ന്.
അവർ ഉമ്മറത്തേക്ക് വന്നു. ശേഖരൻ സുബ്രുവിനോട് സംസാരിച്ചു നിൽക്കുന്നുണ്ട്. മഴ ഒന്ന് തോർന്നിട്ടുണ്ട്. സീത ഒരു കവർ കൊണ്ടുവന്ന് സുബ്രുവിനെ കൊടുത്തു. എന്നിട്ട് പറഞ്ഞു, അവർ വന്നപ്പോൾ കൊണ്ടുവന്നതാ, എല്ലാവർക്കും കൊടുക്കണം. എന്നിട്ട് കല്യാണത്തിനന്ന് എല്ലാവരും വരണം. തീർച്ചയായും വരാം, ഞാൻ പോട്ടെ അമ്മ. ചേച്ചി. ശ്രീ അതിനൊന്ന് പുഞ്ചിരിച്ചു. സുബ്രു ഗേറ്റ് കടന്ന് പോകുന്നത് അവർ നോക്കി നിന്നു. ഹായ് ലെക്സ്. പ്ലീസ് ജെനിഫർ, എന്നെ അലക്സ് എന്ന് വിളിച്ചാൽ മതി. കമോൺ അലക്സ്, ഇങ്ങനെ സില്ലി ആകാതെ. ഞാൻ നിന്റെ ഏട്ടത്തി അമ്മയാകാനുള്ളതാ. ഇച്ചിരി ബഹുമാനമൊക്കെ ആവാം. വാട്ട്? നിന്നെയാണോ ഇച്ചാനു വേണ്ടി ആലോചിച്ചത്? യെസ് ബേബി. എനിക്കെന്താ കുഴപ്പം? നിനക്കെന്താ കുഴപ്പമില്ലാത്തത്? അല്ല, നിന്നെയാണ് കെട്ടാൻ പോകുന്നതെന്ന് ഇച്ചായനറിയോ? നോ, നെവർ. അത് സർപ്രൈസ് അല്ലേ? ആ, എന്നാൽ പിന്നെ നീ ഇച്ചായൻ്റെ കൈകൊണ്ട് തീരും. കഴിഞ്ഞു പോയതൊന്നും നീ മറന്നിട്ടില്ലല്ലോ അല്ലേ? ഒരിക്കലും മറക്കില്ല അലക്സ്. പാലമറ്റം തറവാട്ടിൽ വെച്ച് നിങ്ങൾ രണ്ടുപേരുടെയും അടുത്ത് നിന്ന് എനിക്ക് കിട്ടിയ അപമാനം അത് ഞാൻ മറക്കൂ? അതിന് ജെനീഫർ മരിക്കണം. ജെനീഫറിൻ്റെ കണ്ണുകൾ ദേഷ്യം കൊണ്ട് ചുവന്നു. വെറുതെ അല്ലല്ലോ, നീ ചോദിച്ചു വാങ്ങിയതല്ലേ? യെസ്, ചോദിച്ചു വാങ്ങിയത്. അത് വളരെ ശരിയാണ്. കാരണം ചെറുപ്പം മുതൽ ഞാൻ മനസ്സിൽ കൊണ്ടു നടന്നതാ എൻ്റെ ഡാനിയെ. എന്നിട്ട് ഏതോ ഒരു പീറപ്പെണ്ണിനെ കത്തിലൂടെ പ്രണയിക്കുന്ന പോലും അതിനനിയൻ സപ്പോർട്ട് വിട്ടുകൊടുക്കുമോ ഞാൻ? ഒരു കണ്ണീർ കഥയുണ്ടാക്കി ഡാനിയെ ലാബിൽ വിളിച്ചു വരുത്തി മനഃപൂർവ്വം കെട്ടിപ്പിടിച്ചതാ. എൻ്റെ മനസ്സിൽ അതവൾ കാണണമെന്ന് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. ആ പ്ലാനും നടന്നു. എടി പൊന്ന മോളെ, ഏട്ടന് ജീവന് തുല്യം സ്നേഹിച്ചതായിരുന്നു ശ്രീമോളെ. ഒരിക്കലും ഞാൻ കണ്ടില്ലെങ്കിലും ഞാനും ശ്രീമോളെ എൻ്റെ മനസ്സിലൊരു ഏട്ടത്തിയമ്മയായി കണ്ടിരുന്നു. എന്നിട്ട് നീ ചെയ്തത്? അല്ല, അതിനുള്ളത് നിനക്ക് കിട്ടിയല്ലോ. ഇവിടെ ആർക്കും അതറിയില്ല. വെറുതെ എൻ്റെ വായിൽ നിന്നത് അറിയിപ്പിക്കണ്ട. അതും പറഞ്ഞ് അലക്സി പോകാൻ നിന്നു. ഹലോ, ഒന്ന് നിന്നേ. മാസ് ഡയലോഗ് പറഞ്ഞ് അങ്ങനെ അങ്ങ് പോയാലോ? ഇതും കൂടെ കേട്ടിട്ട് പോ മോനെ. എന്താടി? ചൂടാവല്ലേ സാറേ, പറയട്ടെ. നിനക്ക് നിൻ്റെ ആ പഴയ ഏട്ടത്തിയമ്മയെ കാണണ്ടേ? പുച്ഛം. എന്നാൽ നീ കെട്ടാൻ പോകുന്നവളുടെ മുഖത്തേക്ക് നോക്കിയാൽ മതി. വാട്ട്? യെസ് അലക്സ്, ആ ശ്രീമോളാണ് നീ മനസ്സിൽ കൊണ്ട് നടക്കുന്നതും കെട്ടാൻ പോകുന്നതുമായ ശ്രീവിദ്യ ചന്ദ്രശേഖർ. നോ. അലക്സ് തലക്ക് കൈ കൊടുത്ത് ബെഡിലിരുന്നു. കമോൺ ബേബി, ഇങ്ങനെ ഇരിക്കല്ലേ, ഞാൻ താഴേക്ക് പോകട്ടെ. ടേക്ക് കെയർ, ബൈ. ആ ശ്രീമോൾ തന്നെയാണ് നീ കെട്ടാൻ പോകുന്ന ശ്രീവിദ്യ ചന്ദ്രശേഖർ. അലക്സിയുടെ കാതുകൾ ജെനീഫറിൻ്റെ വാക്കുകൾ വീണ്ടും മലയടിച്ചുകൊണ്ടിരുന്നു. അവൻ്റെ കണ്ണിൽ നിന്നും കണ്ണുനീർ വരുന്നത് കണ്ട് അവനോട് തന്നെ പുച്ഛം തോന്നി. ഇച്ചായന് ശ്രീമോൾ എന്ന് വെച്ച ജീവനായിരുന്നു. അന്ന് കോളേജിൽ നിന്ന് വളരെ വിഷമത്തോടെയാണ് ഇച്ചായൻ വന്നത്. കാരണം ചോദിച്ചപ്പോൾ ഒരു ബുക്ക് കയ്യിൽ തന്നിട്ട് ഇച്ചായൻ റൂമിൽ കയറി വാതിലടച്ചു. ആ ബുക്കിൽ ഇങ്ങനെ എഴുതിയിരിക്കുന്നു: നിങ്ങൾക്കെല്ലാം ഒരു നേർമ്പോക്കായിരുന്നുവെന്ന് എനിക്കറിയില്ലായിരുന്നു. പക്ഷേ എനിക്കിതെൻ്റെ ജീവിതമാണ്. ഇനി നമ്മൾ കാണില്ല, എന്നെ കാണാനും ശ്രമിക്കരുത് എന്ന് ശ്രീ. ഇച്ചായൻ പിന്നെ റൂമിൽ നിന്ന് പുറത്തിറങ്ങാറില്ല. പിന്നെ ഒരു ദിവസം ജെനീഫർ ഫോണിൽ ശ്രീയെക്കുറിച്ച് സംസാരിച്ചിട്ട് ഞാൻ കേട്ടതാ. അന്നാണ് ഞങ്ങൾ മനസ്സിലാക്കിയത് എല്ലാത്തിനും കാരണം ജെനീഫർ ആണെന്ന്. അന്ന് ഞാനും ഇച്ചായനും അവളെ തള്ളി പുറത്താക്കിയതാ. വീട്ടിൽ ആരുമൊന്നും അറിഞ്ഞില്ല. ഇച്ചായൻ അന്ന് വീട്ടിൽ നിന്ന് പോയതാണ്. പിന്നെ വരുന്നത് ഇപ്പോഴാണ്. ചിലപ്പോൾ ശ്രീ വന്നതുകൊണ്ടായിരിക്കാം. മോനെ. അലക്സ് പെട്ടെന്ന് ചിന്തയിൽ നിന്നുണർന്നു. എന്താ അമ്മേ? നീ ഇവിടെ ഇരിക്കുകയാണോ? അവിടെ അങ്കിളും ആൻറ്റിയും നിന്നെ കാത്തിരിക്കുന്നു. എന്തിന്? അത് ശരി, ഓർണമെൻറ്റ്സ് എടുക്കാൻ പോകണ്ടേ? എല്ലാവരും റെഡിയായി, നീ വാ. അതല്ലമ്മേ, ഇച്ചായനൊന്ന് അറിയിക്കണ്ടേ? ചിലപ്പോൾ ഇച്ചായന് ദേഷ്യം വന്നാലോ? അറിയാലോ ഇച്ചായനെ. ആര് പറഞ്ഞൊന്നും പറഞ്ഞില്ല എന്ന് നിന്റെ സോഫിയെല്ലാം പറഞ്ഞു. അവനിപ്പോൾ എല്ലാവരെയും വീഡിയോ കോൾ വിളിച്ചു വെച്ചതേ ഉള്ളൂ. ജെനിമോൾ വരെ ഞെട്ടിപ്പോയി അവൻ്റെ മാറ്റത്തിൽ. നിന്നെ വിളിക്കാൻ നിന്നപ്പോൾ അവനാ ജെനിയോട് പറഞ്ഞത് നിനക്ക് പിന്നെ വിളിക്കാമെന്ന്. ഓ അങ്ങനെ. നീ വേഗം റെഡിയായി വാ. ഇപ്പം വരാ, അമ്മ പൊക്കോ. റിൻസ് താഴേക്ക് പോയി. അലക്സി കണ്ണാടിക്ക് മുന്നിൽ പോയി നിന്ന് മീശ പിരിച്ചു. എന്നിട്ട് ചെറുതായിട്ട് പുഞ്ചിരിച്ചു. നീ കളി തുടങ്ങിയല്ലേ മിസ്റ്റർ ഡാനിയൽ റോയ് കുര്യൻ. ഇനി അലക്സി കളി ഗ്യാലറിയിൽ നിന്ന് കണ്ടാൽ മതിയല്ലോ. അങ്ങ് ദൂരെ. ഇനി ഡാനിയലിൻ്റെ വേറൊരു മുഖം നീ കാണാനിരിക്കുന്നുള്ളൂ മോളെ ജെനീഫർ. ജസ്റ്റ് വെയിറ്റ് ആൻഡ് സീ. ദിവസങ്ങൾ കഴിഞ്ഞുകൊണ്ടിരുന്നു. ഇന്നാണ് ആ ദിവസം. ഞാൻ ഉദ്ദേശിച്ചത് കല്യാണ ദിവസം. രാവിലെ പള്ളിയിൽ വെച്ച മനസ്സമ്മതം, അത് കഴിഞ്ഞ് അമ്പലത്തിൽ വെച്ച് കെട്ടു നടത്തും. ജെനീഫറിൻ്റെ മിന്നുകെട്ട് പള്ളിയിൽ വെച്ച് നടത്താനാണ് തീരുമാനം. എന്താവും എന്തോ. അല്ല, ഡാനിയാണ് വരൻ, എന്തും സംഭവിക്കും. കണ്ണാടിക്ക് മുന്നിലെല്ലാം നഷ്ടപ്പെട്ടവളെ പോലെ മനസ്സ് മരവിച്ചിരിക്കുവാണ് ശ്രീ. അവർ വാങ്ങിത്തന്ന ആഭരണങ്ങളും സീത കൊടുത്തതുമായിട്ടുള്ളതുമെല്ലാം ഉണ്ട്.
എല്ലാം അണിഞ്ഞ നല്ല കാഞ്ചിപുരം സാരിയും കുറഞ്ഞ രീതിയിലുള്ള മേക്കപ്പും ഇട്ട് ശ്രീയെ കാണാൻ ഒരു കൊച്ചു ദേവതയെ പോലെ തോന്നിച്ചു. അത്രയും സുന്ദരിയായിരുന്നു അവൾ. അവൾ ചുറ്റുമൊന്ന് നോക്കി. എല്ലാവരും നല്ല സന്തോഷത്തിലാണ്. ആരോടാണ് ഞാൻ എൻ്റെ വിഷമങ്ങളൊക്കെ ഒന്ന് പറയുക? മിനിഞ്ഞാന്ന് വരെ അമ്മൂവിടെ ഉണ്ടായിരുന്നു. ഇന്നലെ മുതൽ അവളെയും കാണുന്നില്ല. അവളെ മാത്രമല്ല അവളുടെ വീട്ടുകാരെയും. ഇടയ്ക്ക് അവിനാശേട്ടനെ കണ്ട് അമ്മു എവിടെയെന്ന് ചോദിച്ചപ്പോൾ പള്ളിയിലെത്തുമെന്നാ പറഞ്ഞത്. എന്തെല്ലാം പരീക്ഷണങ്ങളാണ് എൻ്റെ കൃഷ്ണ, നീ ഇതൊന്നും കാണുന്നില്ലേ? ആ, എൻ്റെ മോള് സുന്ദരിയായല്ലോ. അല്ലമ്മേ, അമ്മു എവിടെ? ഞാൻ കണ്ടില്ല. അമ്മു വീട്ടുകാരും പള്ളിയിലെത്തും. അവർ കാറ് വിറ്റിട്ടുണ്ട്. വാ, ഇറങ്ങാം, അച്ഛൻ്റെ അനുഗ്രഹം വാങ്ങാം. അവൾ ശേഖരൻ്റെ കാലിൽ വീണ അനുഗ്രഹം വാങ്ങി. കണ്ണിൽ നിന്ന് വന്ന കണ്ണുനീർ അവൾ സമർത്ഥമായി ഒളിപ്പിച്ചു വെച്ചു. എന്നിട്ട് അച്ഛൻ്റെ മുഖത്തേക്ക് നോക്കി പുഞ്ചിരിച്ചു. എൻ്റെ മോൾക്ക് അച്ഛൻ്റെ എല്ലാവിധ അനുഗ്രഹവും ഉണ്ടാവും. ശേഷം അമ്മയുടെയും കാലിലും വീണു. എന്നിട്ട് അമ്മയെ കെട്ടിപ്പിടിച്ച് കരഞ്ഞു. അതുവരെ നിർത്തിവെച്ച കണ്ണുനീർ അണപൊട്ടി ഒഴുകാൻ തുടങ്ങി. അയ്യേ, അമ്മയുടെ മോള് കരയാണോ? മോശം. ഇതെല്ലാം ജീവിതത്തിൽ ഉള്ളതല്ലേ. അമ്മയെയും അച്ഛനെയും മോൾക്ക് എപ്പോൾ വേണമെങ്കിലും വന്ന് കാണാലോ. ഇനി കരയില്ലേ, നമുക്കിറങ്ങാം. സീത അവളുടെ കണ്ണുകൾ തുടച്ചു കൊടുത്തു. മുറ്റത്ത് 3 ബെൻസ് നിർത്തിയിട്ടിരിക്കുന്നു. 3ലും ബ്ലാക്ക് ഡ്രസ്സിട്ട ഡ്രൈവർമാർ പുറത്തേക്ക് ഇറങ്ങി നിൽക്കുന്നുണ്ട്. ശേഖരനെ അവർ കാറിൻ്റെ മുന്നിലിരുത്തി. സീതയും ശ്രീയും ബാക്കിൽ കയറി. 2 കാറുകൾ മുന്നിലും പിന്നിലുമായി അവർക്ക് എസ്കോർട്ടായി ഉണ്ടായിരുന്നു. ശ്രീ സീറ്റിലേക്ക് ചാരിയിരുന്നു. പതിയെ കണ്ണുകൾ അടച്ചു. ഇനി തൻ്റെ ജീവിതത്തിൽ വരാൻ പോകുന്നത് എന്താണെന്നറിയാതെ അവളുടെ മനസ്സ് വളരെ കലുഷിതമായിരുന്നു. ഇതേ സമയം ഡാനിയുടെ വീട്ടിൽ അവർ പുറപ്പെട്ടു. ഇവരൊക്കെ എവിടെ പോയി കിടക്കുക? അലക്സി, അച്ചായ, അപ്പച്ച. എൻ്റെ ഈശോയെ, എൻ്റെ തൊണ്ട പൊട്ടി. സോഫി, എടി സോഫി. എന്താ അമ്മച്ചി? സോഫിക്ക് ഓവണി ഇറങ്ങി വന്നു. ഒരു കുഞ്ഞുമുട്ട് വരെയുള്ള ബ്ലാക്ക് ഗൗണായിരുന്നു അവളുടെ വേഷം. സിമ്പിൾ മേക്കപ്പ് മാത്രമേ അവൾ ഇട്ടിരുന്നുള്ളൂ. കാതിലൊരു കുഞ്ഞുമുട്ട് കമ്മൽ, കഴുത്തിലൊരു സിമ്പിൾ ചെയിൻ, കയ്യിലൊരു ബ്ലാക്ക് വാച്ചും. ഇത്രയുമായിരുന്നു അവളുടെ ഒരുക്കം. എന്താ അമ്മച്ചി, ചൂടിലാണല്ലോ? ചൂടാവാതെ പിന്നെ നീ മാത്രം ഒരുങ്ങാൻ മതിയോ? എവിടെ എല്ലാവരും? അപ്പച്ചനും അച്ചാച്ചനും ചേട്ടായും ഒരുങ്ങാണ്. അതിന് ഇത്ര നേരം വേണോ? ഞങ്ങൾ റെഡിയായിൻ്റെ പൊന്നു റിൻസി മേഡം. അത് പറഞ്ഞ് അലക്സ് ഇറങ്ങി വന്നു. പിന്നാലെ റോയിയും ജോണും. വൈറ്റ് ഷർട്ടും സ്കൈ ബ്ലൂ പാൻറ്റും നീല ഓവർകോട്ടുമായിരുന്നു അവൻ്റെ വേഷം. നല്ല ഭംഗിയുണ്ടായിരുന്നു അവനെ കാണാൻ. എന്താ നിങ്ങൾക്ക് എല്ലാവർക്കും ഞാൻ അറിയാത്തൊരു ഗൂഢാലോചന ഇന്നലെ മുതൽ ഉണ്ടല്ലോ? അതൊന്നുമില്ല അമ്മച്ചി, എല്ലാം സമയമാവുമ്പോൾ അറിഞ്ഞാൽ മാത്രം മതി. ഇപ്പോൾ വാ, നമുക്കിറങ്ങാം. അല്ല, നിങ്ങൾ ഇറങ്ങിയാൽ മതിയോ? അപ്പോൾ ജെനിയോ? അവർ നേരത്തെ ഇറങ്ങി. വാ, നമുക്ക് പോവാം. പള്ളിയിൽ എല്ലാവരും എത്തി. എല്ലാവരും ഡാനിയെ കാത്തു നിൽക്കുവാണ്. എന്നാൽ നമ്മുടെ ശ്രീ നോക്കിയത് അമ്മുവിനെയാണ്. അവൾ അവിടെ എവിടെയും കാണുന്നില്ലായിരുന്നു. അലക്സ് ശ്രീയെ നോക്കിയൊന്ന് ചിരിച്ചു. ശ്രീ തിരിച്ചുമൊന്ന് പുഞ്ചിരിച്ചു. ഞാൻ എന്തിന് ചിരിക്കാതിരിക്കണം? ആ മനുഷ്യൻ എന്നെ ഇഷ്ടമാണെന്ന് പറഞ്ഞു. തനിക്കാണ് സ്വന്തം ഇഷ്ടം പോലും നേടാൻ കഴിയാതെ പോയത്. ജെനീഫർ ഇടയ്ക്കിടയ്ക്ക് ശ്രീയെ നോക്കുന്നുണ്ടായിരുന്നു. എന്നിട്ട് നല്ലോണം പുച്ഛിക്കാനും മറന്നില്ല. പക്ഷേ ശ്രീ അവളെ നോക്കിയതേയില്ല. കാരണം അവൾക്ക് ഒറ്റ നോട്ടത്തിൽ തന്നെ മനസ്സിലായി അന്ന് ഇച്ചയെ കെട്ടിപ്പിടിച്ചു നിന്നത് ജെനിയാണെന്ന്. ആ മുഖം അവൾ മരിച്ചാൽ പോലും മറക്കില്ല. കാരണം തനിക്ക് ജീവനായിരുന്നു, പ്രാണനായിരുന്നവൻ. തൻ്റെ ജീവൻ എല്ലാം നഷ്ടമായതെന്നാണ്. അവൾ അങ്ങോട്ടേ നോക്കാതെ അമ്മയുടെ തോളിൽ തലവെച്ച് നിന്നു. പെട്ടെന്ന് ആഡംബരമായ കാറുകൾ പള്ളിയിലേക്ക് കയറി പൊടി വറത്തി നിർത്തി. മുന്നിലെ കാറിൽ നിന്നും ഒരാളിറങ്ങി ഡോറ് തുറന്നു കൊടുത്തു. അലക്സിയുടെ അതേ വേഷം തന്നെയായിരുന്നു ഡാനിയുടെയും. അവൻ കാറിൽ നിന്നും ഇറങ്ങി. എല്ലാവരും അവനെ നോക്കി നിൽക്കുമ്പോൾ അവൻ നോക്കിയത് ഇതിലൊന്നും ശ്രദ്ധിക്കാതെ ഹൃദയം തകർന്ന് മറ്റെവിടെയോ ശ്രദ്ധിച്ചിരിക്കുന്ന അവൻ്റെ ശ്രീയെ ആയിരുന്നു. കുറച്ച് സമയം കൂടി നീ വിഷമിക്കേണ്ടി വരും ശ്രീക്കുട്ടി. അത് കഴിഞ്ഞ ഇന്ന് എൻ്റെയും നിൻ്റെയും മാത്രമായ ദിവസമാണ്. ദിസ് ഗെയിം ഈസ് ഓവർ. അത് മനസ്സിൽ പറഞ്ഞുകൊണ്ട് അവൻ അലക്സിയുടെയും റോയിയുടെയും ജോണിൻ്റെയും മുഖത്തേക്ക് നോക്കി. അവിടെ അവരുടെ മുഖത്തും ഒരു പുഞ്ചിരി വിടർന്നു. എല്ലാവരും പള്ളിക്കുള്ളിൽ കയറി. ആദ്യം ഡാനിയൽ, പിന്നെ ജെനീഫർ, അത് കഴിഞ്ഞ് അലക്സ്, പിന്നെ ശ്രീ. അങ്ങനെയാണ് അവർ അച്ഛൻ്റെ മുന്നിൽ നിൽക്കുന്നത്. അവരുടെ പിറകിൽ സീത, ജോൺ, റിൻസി, സോഫി. വീൽ ചെയറിൽ സീതയുടെ മുന്നിൽ ശേഖരനുമുണ്ട്. പാലക്കൽ തറവാട്ടിലെ റോയ് മാത്യു കുര്യൻ്റെയും റിൻസി റോയ് കുര്യൻ്റെയും രണ്ടാമത്തെ മകൻ അലക്സ് റോയ് കുര്യനെ വിവാഹം കഴിക്കാൻ ശ്രീവിദ്യ ശേഖരന് സമ്മതമാണോ? സമ്മതം. അവൾ ഡാനിയുടെ മുഖത്തേക്ക് നോക്കി. എവിടെ? അവിടെ നിങ്ങോട്ട് നോക്കുന്നത് പോലുമില്ല.
കൃഷ്ണപുരം വീട്ടിലെ ചന്ദ്രശേഖരൻ്റെയും ഭാര്യ സീതാ ചന്ദ്രശേഖരൻ്റെയും മകളായ ശ്രീവിദ്യ ചന്ദ്രശേഖരനെ വിവാഹം കഴിക്കാൻ നിനക്ക് സമ്മതമാണോ? അലക്സ് ഒന്നും മിണ്ടിയില്ല. സമ്മതമാണോ? അല്ല, എനിക്ക് ഈ നിൽക്കുന്ന ശ്രീവിദ്യയെ കല്യാണം കഴിക്കാൻ സമ്മതമല്ല. ജെനീഫർ ഒന്ന് ഞെട്ടി അലക്സിയുടെയും ബാക്കിയുള്ളവരുടെയും മുഖത്ത് നോക്കി. ആർക്കൊരു കുലുക്കവുമില്ല. അവൾക്ക് എന്തൊക്കെയോ സംശയങ്ങൾ തോന്നി തുടങ്ങി. അലക്സ് പറഞ്ഞു തുടങ്ങി. എനിക്കിഷ്ടം അമൃതയെയാണ്. അവളുടെ കുടുംബം വന്നിട്ടുണ്ട്. ഇവൾ നിൽക്കുന്നിടത്ത് അവൾ മതി. ശ്രീ കരഞ്ഞുകൊണ്ട് മാറി നിന്നു. എല്ലാവരും എന്നെന്താ ഇങ്ങനെ ചെയ്യുന്നേ? ഇതിനു മാത്രം ഞാൻ എന്ത് തെറ്റാണ് ചെയ്തത്? അമ്മയും അച്ഛനും പോലും ഒന്നും മിണ്ടുന്നില്ലല്ലോ എൻ്റെ കൃഷ്ണ. അങ്ങനെ അമ്മുവും അച്ഛനും ഏട്ടനും അവിനാശം വന്നു. പിന്നാലെ അവരുടെ കുടുംബവും. അമ്മുവും എന്നോടിങ്ങനെ. പക്ഷെ അമ്മു അവളെ നോക്കുകൂടെ ചെയ്തില്ല. അത് അവളിൽ കൂടുതൽ വിഷമമുണ്ടാക്കി. അങ്ങനെ പരസ്പരം സമ്മതത്തോടെ അലക്സിൻ്റെയും അമ്മുവിൻ്റെയും മനസ്സമ്മതം കഴിഞ്ഞു. ജെനീഫർ പാലമറ്റം റോയ് ജോൺ കുര്യൻ്റെ ഭാര്യ റിൻസി റോയ് കുര്യൻ്റെയും മൂത്ത മകനായ ഡാനിയൽ റോയ് കുര്യനെ വിവാഹം കഴിക്കാൻ സമ്മതമാണോ? സമ്മതം. മിസ്റ്റർ ഡാനിയൽ മഠത്തിൽ ഫിലിപ്പിൻ്റെയും ഭാര്യ ആലിസ് ഫിലിപ്പിൻ്റെയും ഒരേ ഒരു മകൾ ജെനീഫർ ഫിലിപ്പിനെ വിവാഹം കഴിക്കാൻ സമ്മതമാണോ? ഡാനിയലൊന്നും മിണ്ടിയില്ല. സമ്മതമാണോ എന്ന്. അല്ല. ജെനീഫർ ഞെട്ടി ഡാനിയുടെ മുഖത്തേക്ക് നോക്കി. എന്താടി നോക്കുന്നേ? നിനക്കൊന്നും മനസ്സിലായില്ല അല്ലേ? മനസ്സിലാക്കി തരാം. പാലമറ്റം ഡാനിയൽ റോയ് കുര്യനായ എന്നെ കെട്ടാൻ എന്ത് യോഗ്യതയാടി നിനക്കുള്ളത്? എൻ്റെ കെട്ടൊന്ന് കഴിയട്ടെ. നിനക്ക് സമ്മതമാണോടി എന്നെ കെട്ടാൻ? ശ്രീ തലതാഴ്ത്തി നിന്നു. നിന്റെ അച്ഛനെ നിനക്ക് വേണ്ടടി. ഒരു തെറ്റിദ്ധാരണയുടെ പുറത്ത് എല്ലാം ഒരു നിമിഷം നിർത്തിപ്പോയപ്പോൾ നിന്റെ അച്ഛനെക്കുറിച്ച് നീ ഒന്ന് ഓർത്തോടി. കണ്ടത് ശരിയാണോ എന്ന് ഒരിക്കലെങ്കിലും എന്നോട് ചോദിച്ചില്ലോടി പുല്ലേ. ശ്രീ പൊട്ടിക്കരഞ്ഞു. നീ പോയ പിന്നെ ഞാൻ ഇല്ലാണ്ടായടേ. ഒന്നും വേണ്ടെന്ന് കരുതി നാടുവിട്ടതാണടി നിന്റെ അച്ഛൻ. പിന്നെ നിന്റെ അച്ഛൻ കിടപ്പിലായതും നിന്റെ അവസ്ഥയും കണ്ടപ്പോൾ വരാതിരിക്കാൻ പറ്റിയില്ല. അങ്ങനെ ഒഴിവാക്കാൻ പറ്റുകയില്ല ഈ ഡാനിക്ക്. കണ്ടുനിന്ന എല്ലാവരുടെയും കണ്ണുകൾ നിറഞ്ഞു. ഇനി പറ, നിനക്ക് വേണ്ടേ എന്നെ? ഇല്ലേൽ ഇപ്പോൾ തന്നെ ഞാൻ പോയേ. ശ്രീ ഡാനിയുടെ വാപൊത്തി. എന്നിട്ട് അവനെ കെട്ടിപ്പിടിച്ച് കരഞ്ഞു പറഞ്ഞു. എനിക്ക് സമ്മതമാണിച്ച. എൻ്റെ ജീവന് ആർക്കും കൊടുക്കൂല ഞാൻ ഇച്ചനെ. ഡാനി അവളെ മുറുക്കെ കെട്ടിപ്പിടിച്ചു. അങ്ങനെ അവരുടെ കെട്ടും കഴിഞ്ഞു. ആരും പോകരുത്, ഒരു ചെറിയ കലാശക്കൊട്ടുകൂടെ ബാക്കിയുണ്ട്. ആർക്കും ഒന്നും മനസ്സിലായില്ല. അലക്സ് അവനെ വിളിച്ചു. സേവിയറെ ഇവിടെ വാ. ജെനീഫർ നിന്ന് വിയർക്കാൻ തുടങ്ങി. സേവിയറെ, ഈ നിൽക്കുന്ന ജെനീഫറെ നിനക്കറിയോ? അറിയാം. എങ്ങനെ അറിയാം? എല്ലാവരും കേൾക്കെ അവൻ പറഞ്ഞു തുടങ്ങി. ഞാൻ സേവിയർ. ഞങ്ങൾ ഫാമിലിയായി ബാംഗ്ലൂർ സെറ്റിലാണ്. അമ്മച്ചി ഞാൻ ചെറുതായിരിക്കുമ്പോൾ മരിച്ചു. അപ്പച്ചൻ. അവനൊന്ന് നിർത്തി. എന്നിട്ട് പറയാൻ തുടങ്ങി. വേറെ ആരുമില്ല. ഞങ്ങൾക്കൊരു ഓഫീസുണ്ട്. അതുകൂടാതെ പല ഷോപ്പുകളും ഹോട്ടൽ, അങ്ങനെ ഒരുപാട്. ഒരു നാൾ ഞാൻ ബാംഗ്ലൂർ ഞങ്ങളുടെ കോളേജിൽ എൻ്റെ അപ്പച്ചന് പകരം MD ആയി ഇരിക്കേണ്ടി വന്നു. അപ്പോൾ അവിടെ വെച്ചാണ് ഞാൻ ജെനിയെ പരിചയപ്പെടുന്നത്. ആരോടും വലിയ അടുപ്പം കാണിക്കാത്തൊരു ടൈപ്പായിരുന്നു ജെനി. അതുകൊണ്ട് തന്നെ എനിക്ക് അവളോടൊരു പ്രത്യേക ഇഷ്ടം തോന്നി തുടങ്ങി. അങ്ങനെ ഞങ്ങൾ നല്ലൊരു ഫ്രണ്ട്ഷിപ്പ് ഉണ്ടാക്കിയെടുത്തു. അങ്ങനെ അത് പ്രണയത്തിലേക്ക് വഴിമാറി. വീട്ടുകാരെക്കുറിച്ച് ചോദിക്കുമ്പോൾ ജെനി എപ്പോഴും ഒഴിഞ്ഞു മാറുമായിരുന്നു. അങ്ങനെ ഒരു ദിവസം അവളോട് വീട്ടുകാരെക്കുറിച്ച് വാശി പിടിച്ച് ചോദിപ്പിച്ചു. അപ്പോൾ അവൾ പറഞ്ഞത് അനാഥയാണെന്നും ഇവിടെ അടുത്ത് പള്ളിയുടെ കീഴിലുള്ള അനാഥാലയത്തിലാണ് കഴിയുന്നതെന്നും പറഞ്ഞു. പ്രണയം മൂലം അന്ധകാരത്തിൽ അകപ്പെട്ട ഞാൻ അവളെക്കുറിച്ച് കൂടുതലൊന്നും അന്വേഷിക്കാനും നിന്നില്ല. അങ്ങനെ കോഴ്സ് കഴിഞ്ഞ ഉടൻ ഞങ്ങൾ വിവാഹം കഴിച്ചു. രജിസ്റ്റർ ഓഫീസിൽ വെച്ച് ഫ്രണ്ട്സ് എല്ലാവരും കൂടി ചേർന്ന് ചെറിയ രീതിയിലൊരു കല്യാണം. അങ്ങനെ ഞാൻ അവളെൻ്റെ വീട്ടിലേക്ക് കൊണ്ടുവന്നു. ആദ്യമൊന്നും അവൾക്ക് കുഴപ്പമൊന്നുമില്ലായിരുന്നു. അവളൊരു ദിവസം ചിലവാക്കിയിരുന്നത് ലക്ഷങ്ങളാണ്. ഞാനത് കാര്യമാക്കിയില്ല. കാരണം ഇത്രയും കാലമൊന്നുമില്ലാതെ ഇരുന്നതല്ലേ. അവളുടെ ഇഷ്ടം പോലെ നടക്കട്ടെ എന്ന് കരുതി. ഒരു നാൾ ഞാനും അപ്പച്ചനും ജെനിയും ഫുഡ് കഴിക്കുമ്പോൾ അപ്പച്ചനൊരു കാര്യം പറഞ്ഞു. എനിക്കൊരു കാര്യം പറയാനുണ്ട്. ഞാനിനി അധികം കാലമൊന്നും ഉണ്ടാവില്ല. പ്രായമായില്ലേ? അപ്പച്ച. അതല്ല, പറയട്ടെ. അതുകൊണ്ട് പ്രോപ്പർട്ടി വീതം വയ്ക്കുന്ന കാര്യമാണ്. എൻ്റെ കാലശേഷം നിനക്ക് ഈ കോളേജും വീടും മതിയല്ലോ. എന്താ നിൻ്റെ അഭിപ്രായം? നീ അത് എപ്പോഴും പറയുന്നതല്ലേ. ശരിയാണ്. കാരണം അപ്പനെ പോലെ ബിസിനസ്സിൻ്റെ പുറകിൽ പോകാൻ എനിക്ക് താല്പര്യമില്ല. കോളേജിൽ ഒരു ലെക്ചർ പോസ്റ്റിൽ കയറി സമാധാനത്തിലിരിക്കാനാണ് ഇഷ്ടം. എന്നാൽ ബാക്കിയെല്ലാം ഞാൻ അനാഥാലയത്തിന് കൊടുക്കാൻ തീരുമാനിച്ചു. അപ്പച്ചൻ്റെ ഇഷ്ടം. ഇത്രയും സ്വത്തുക്കൾ വെറുതെ കൊടുക്കണോ? ഒന്ന് ആലോചിച്ചൂടെ? ജെനി പറഞ്ഞു.
ജെനി, നീ മിണ്ടാതിരിക്കെ, അപ്പച്ചൻ പറ. വേറൊരു കാര്യം കൂടെയുണ്ട്. എനിക്കോ നിനക്കോ ഭാവിയിൽ ഒരുപോലെ മരണം സംഭവിച്ച ആ സ്വത്തുക്കളെല്ലാം ജെനിക്ക് കിട്ടും. കാരണം അവൾക്ക് പിന്നെ ആരും ഇല്ലല്ലോ. ജെനിയുടെ മുഖത്തൊരു ക്രൂരമായ പുഞ്ചിരി വിടർന്ന് ഞങ്ങൾ കണ്ടില്ല. ഒരു നാൾ അങ്ങനെ ഒരു യാത്രക്കിടയിൽ ജെനി ഞങ്ങൾക്ക് കെണിയൊരുക്കി. ഞങ്ങൾ പോകുന്ന വണ്ടിയിൽ ടൈം ബോംബ് വെച്ചു. പക്ഷെ അതിൽ പെട്ടത് പാവം എൻ്റെ അപ്പച്ചനാണ്. ഞാൻ കടയിൽ സാധനം വാങ്ങാൻ കയറിയപ്പോഴാണ് സംഭവം. അങ്ങനെയെല്ലാം കഴിഞ്ഞ് ഞാൻ വീട്ടിൽ വന്നപ്പോൾ ജെനിയില്ലായിരുന്നു. സ്വത്തുക്കളെല്ലാം അവളുടെ പേരിലാക്കി അവൾ അവിടെ വിട്ടിരുന്നു. സംശയം തോന്നി CCTV ചെക്ക് ചെയ്തപ്പോഴാണ് അറിഞ്ഞത് ജെനിയാണെന്ന് മനസ്സിലായി. അവളെ തിരയാത്ത സ്ഥലങ്ങളില്ല. ഒടുവിൽ ഡാനി എന്നെ വന്ന് കണ്ട് കാര്യങ്ങൾ പറഞ്ഞപ്പോഴാണ് നീ ഇവിടെയാണെന്ന് മനസ്സിലായത്. എല്ലാവരും ഇതൊക്കെ കേട്ടപ്പോൾ അവളോട് എന്തെന്നില്ലാത്ത വെറുപ്പ് തോന്നി. ആലീസ് അവളുടെ മുഖത്ത് മാറി മാറി അടിച്ചു. നീ എൻ്റെ മകളായി പിറന്നൊല്ലോടി. അതിലെനിക്ക് അറപ്പ് തോന്നുന്നു, ഒരാളെ കൊല്ലാൻ മാത്രം. ഒടുവിൽ പോലീസ് വന്ന് അവളെ കൊണ്ടുപോയി. സേവ്യർ എല്ലാവരോടും യാത്ര പറഞ്ഞ് അവിടെ നിന്നും പോയി. അങ്ങനെ അമ്പലത്തിൽ വെച്ച് ഡാനിയുടെയും അലക്സിയുടെയും കെട്ടൊരുമിച്ച് നടത്തി. അമ്മു ശ്രീയെ കെട്ടിപ്പിടിച്ച് കുറേ കരഞ്ഞു. ഒന്നും പറയാതിരുന്നതിന് ഒരുപാട് സോറി പറഞ്ഞു. അങ്ങനെയെല്ലാം ശുഭമായി. അങ്ങനെ ശ്രീ അവളുടെ ഇച്ഛനെ കെട്ടി. ഇനി അവർ അങ്ങനെ ഒരുപാട് കാലം സന്തോഷത്തോടെ ജീവിക്കട്ടെ.